നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മലപ്പുറം സ്വദേശി മനോജ്, കണ്ണൂർ സ്വദേശി ജോയൽ എന്നിവരെ കാരവാനിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക നീക്കം പോലീസ് നടത്തുകയാണ്. അതായത് അവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടത്തും. അന്വേഷണത്തിൽ എല്ലാ സാധ്യതകളും, എന്താണ് മരണത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള എല്ലാ സാധ്യതകളും പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. മൃതദേഹം കണ്ടെത്തിയപ്പോൾ കാരവാനിനുള്ളിലെ AC ഓൺ ആയിരുന്നു. പാർക്കിംഗ് ലൈറ്റും കത്തുന്നുണ്ടായിരുന്നു. പൊന്നാനിയിൽ കാരവാൻ ടൂറിസം കമ്പനിയിലെ ഡ്രൈവറാണ് മരിച്ച മനോജ്. ഇതേ കമ്പനിയിൽ ജീവനക്കാരനായ ജോയലും മരിച്ചു. ഫോറൻസിക് വിദഗ്ധർ, വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് എന്നിവരെല്ലാം ഇന്ന് വിശദമായ പരിശോധന സ്ഥലത്ത് നടത്തും. രാത്രിയിലുള്ള പരിശോധന ഫലപ്രദമാകില്ല എന്നതുകൊണ്ടാണ് എല്ലാ പരിശോധനയും ഇന്ന് രാവിലത്തേക്ക് മാറ്റിവെച്ചത്. എന്തായാലും ഇന്ന് ഊർജിതമായ പരിശോധന തന്നെ നടത്തും. തിരക്കേറിയ റോഡിന് സമീപമാണ്, അതുകൊണ്ട് തന്നെ ആരും വാഹനം അത്തരത്തിൽ ശ്രദ്ധിച്ചില്ല. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ എന്താണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് വ്യക്തമാകൂ എന്നാണ് പോലീസ് പറയുന്നത്. ഇന്നലെ രാത്രി 9:30 വടകര കരിമ്പനപ്പാലത്ത് കാരവാന്റെ വാതിലിൽ മനോജിനെയും ഉള്ളിൽ ജോയലിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വാഹനം ഒതുക്കി ഉറങ്ങാൻ കിടന്നപ്പോൾ AC-യിൽ നിന്നുണ്ടായ വാതകം ശ്വസിച്ചതാകാം മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ എന്താണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കാരവാന്റെ ഡ്രൈവറായ മനോജ് മലപ്പുറം സ്വദേശിയും സഹായിയായ ജോയൽ കണ്ണൂർ സ്വദേശിയുമാണ്. മലപ്പുറം വെളിയങ്കോട് സ്വദേശി നാസറിന്റെ പേരിലാണ് വാഹനം. ഈ കാരവാൻ പൊന്നാനി രജിസ്ട്രേഷനിലുള്ളതാണ്. തലശ്ശേരിയിൽ ആളുകളെ ഇറക്കിയ ശേഷം പൊന്നാനിയിലേക്ക് വരികയായിരുന്നു കാരവാൻ ജീവനക്കാർ. 2 ദിവസങ്ങളായി റോഡിന് വശത്ത് കിടക്കുകയായിരുന്നു കാരവാൻ. പ്രദേശവാസിയായ ഒരാൾ കാരവാന്റെ വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് മൃതദേഹം കണ്ടത്. ഉടൻ തന്നെ വടകര പോലീസിന് വിവരം അറിയിച്ചു. സംഭവം അറിഞ്ഞ് 100 കണക്കിന് ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടി. ആളുകളെ നിയന്ത്രിക്കാൻ പോലീസ് വാഹനത്തിന് ചുറ്റും വടം കെട്ടി. ദേശീയപാതയോരത്തായതിനാൽ സംഭവം അറിഞ്ഞ ശേഷം കരിമ്പനപ്പാലം ഭാഗത്ത് ഇടയ്ക്കിടെ ഗതാഗത തടസ്സവുമുണ്ടായി. വാഹനത്തിന്റെ മുന്നിലെ പടിയിലും പിൻഭാഗത്തുമായാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 2 ദിവസമായി റോഡരികിൽ വാഹനം നിർത്തിയിട്ട നിലയിലായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് പ്രദേശവാസികൾക്ക് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് വാഹനത്തിനുള്ളിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഞായറാഴ്ച രാവിലെ വാഹനം ഇവിടെ ഒതുക്കിയ ശേഷമാകാം മരണം സംഭവിച്ചതെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. തലശ്ശേരിയിൽ വിവാഹത്തിന് ആളെ എത്തിച്ച ശേഷം പൊന്നാനിയിലേക്ക് മടങ്ങുകയായിരുന്നു ഇവരെന്ന് പോലീസ് പറയുന്നു. AC ഗ്യാസ് ലീക്കായതാകാം മരണകാരണമെന്നാണ് സംശയം. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ എന്താണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് ഉറപ്പിക്കാൻ ആകുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.